പ്രശാന്ത് ഏട്ടാ, പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അവർ വയനാട് മത്സരിക്കാൻ പോകുന്നു. ഏതാണ്ട് 90% സാധ്യത അവർ വയനാട് ജയിക്കാനാണ്. അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പാർലമെന്റിൽ അടുത്തടുത്ത് ഇരിക്കാൻ പോകുന്നു. നേരത്തെ തന്നെ സുബ്രഹ്മണ്യം സ്വാമി ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവരുടെ സ്വഭാവം സംബന്ധിച്ച് ഉന്നയിച്ചിരുന്നു. 2019 ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇവരുടെ ചില വാശികളെ കുറിച്ചൊക്കെ സുബ്രഹ്മണ്യം സ്വാമി അന്ന് സംസാരിച്ചത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുമ്പോൾ ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ, അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഒരു അധികാര വടംവലി അഥവാ അധികാര തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ സുബ്രഹ്മണ്യസ്വാമി നിസ്സാരക്കാരനല്ലോ അറിയ ശ്യാമിന്. ഞാൻ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവാഞ്ഞതിൻ്റെ ഒരു കാരണക്കാരൻ സുബ്രഹ്മണ്യസ്വാമിയാണ്. അവർക്ക് ഇവിടെയും അംഗത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലെയിം ചെയ്ത് രാഷ്ട്രപതിക്ക് എന്ന് പരാതി കൊടുത്തപ്പോൾ രണ്ട് പൗരത്വം ഇറ്റലിയിലെ പൗരത്വം നടത്തിയിട്ടില്ല സാധ്യത. അപ്പോൾ അതാണെന്നാണ് അറിയുന്നത്. വെളിയിൽ അങ്ങനെയല്ല വന്നത്, അവസാനം മാറിയുന്നു. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ ആ കേസില്ലേ സോണിയാഗാന്ധിക്കെതിരെയും പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പത്രത്തിനെയുള്ള കേസ്, ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്ന പോലെയല്ലോ, സുബ്രഹ്മണ്യസ്വാമിയാണല്ലോ ആ കേസ് കൊടുത്തത്. അപ്പം അതുപോലെ സുബ്രഹ്മണ്യസ്വാമി പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. സുബ്രഹ്മണ്യസ്വാമിയും കാര്യങ്ങൾ വളരെ വലിയൊരു കക്ഷിയാണ്. സുബ്രഹ്മണ്യസ്വാമി കാര്യങ്ങൾ വളരെ പഠിക്കുന്നവനും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവനും സ്വന്തമായിട്ട് കേസ് വാദിക്കുന്നവനും എനിക്കൊന്ന് LLB ഉള്ള ആളല്ല. അതിനെപ്പറ്റി അങ്ങനെ മനസ്സിലാവും. സ്വന്തമായിട്ടേ അത്രയ്ക്ക് വലിയ സുപ്രീം കോടതിയിൽ വരെ വലിയ പരിഗണനയുള്ള ആളാണ്. കാരണം നിസ്സാരക്കാരനല്ല. അപ്പം അതൊക്കെ പോട്ടെ, ഈ കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷേ ഇവരുടെ ഒരു പാരമ്പര്യം വെച്ച് അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. ഇവരുടെ ഒരു ഇന്ദിരാഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിഖ് വിശ്വാസ കേന്ദ്രം സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങവേ അവരുടെ സന്തത സഹചാരിയും ഒപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്നെ പ്രിയങ്കയിൽ കാണുന്നു, അടുത്ത നൂറ്റാണ്ട് അവളുടേതാണ്, ലോകം എന്നെ അവളിലൂടെ ഓർക്കും. അതായത് ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അല്ല, അത് പ്രിയങ്ക ഗാന്ധിയാണ്. സ്വാഭാവികമായും ആ ചിന്ത പ്രിയങ്കയിലേക്കും കടന്നുകൂടിയിട്ടുണ്ടാകാം. ഇവർ തമ്മിൽ ഒരു അധികാര തർക്കം ഉണ്ടാകും. അപ്പം ഞാൻ ശ്യാം ചോദിച്ചതിന് മറുപടി പറഞ്ഞുണ്ട്. ഇവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നെഹ്റു, അതിനുശേഷം ഇന്ദിരാഗാന്ധി, അതിനുശേഷം രാജീവ് ഗാന്ധി, ഇപ്പം രാഹുൽ ഗാന്ധി, മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഇപ്പം ശ്യാം പറഞ്ഞത് ശരിയാണെങ്കിൽ അവർ പ്രിയങ്ക ഗാന്ധിയെ എന്നിലൂടെ കാണുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം അനുസരിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സ്വഭാവം രൂപപ്പെട്ടാൽ വലിയ പ്രശ്നമാണ്. രാഹുൽ ഗാന്ധിയുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തം മകൻ അധികാരത്തിന് വിഘ്നമെന്ന് കണ്ടപ്പോൾ കൊന്നുകളഞ്ഞതാണെന്ന ആരോപണം ഇപ്പോഴും ഉണ്ട്. കാരണം അതിന് പല സംശയങ്ങൾ, ആ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും നമ്മൾക്ക് പോലും ബലം നൽകുന്ന സംശയങ്ങളാണ് വരുന്നത്. കാരണം മുകളിൽ വരെ പോകാൻ മാത്രം ഇന്ധനം കരുതിയിരിക്കുന്ന വിമാനം താഴേക്കിറങ്ങാൻ ഇന്ധനം ഇല്ലായിരുന്നു. അല്ല, അവിടെ വെച്ച് ഇന്ധനം തറ വീണാണ് മരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു വിമാനം അങ്ങനെ നിറച്ചു വയ്ക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരായി പറഞ്ഞാൽ മാത്രമേ ചെയ്തുള്ളൂ. കാരണം പ്രധാനമന്ത്രിയുടെ മകനാണ്. മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം അയാളിൽ കൂടിയായിരുന്നു, ഇവരിരുന്നപ്പോൾ അയാളിൽ കൂടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതാണ് അവർക്ക് സഹിക്കാൻ വയ്യാതായത്. കാരണം ഇയാളെ നിയന്ത്രിക്കാൻ വയ്യാതായി. രാജീവ് ഗാന്ധി എന്ന പൈലറ്റായിട്ട് അദ്ദേഹം ഇതിനകത്തങ്ങ് ഇടപെടാതെ അദ്ദേഹം പൈലറ്റായിട്ട് അങ്ങ് പോയി ആ ജോലി നോക്കി പോവുകയായിരുന്നു. ഞാനീ പറഞ്ഞത് ഇപ്പം ഇവർ സ്വാതന്ത്ര്യാനന്തരം ഈ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു കഴിവുകെട്ട മനുഷ്യനെ, ശരിക്കും പറഞ്ഞാൽ അതിനെക്കാട്ടി കഴിവുള്ള ആൾക്കാരായിരുന്നല്ലോ അതിനകത്തിരുന്നത്. ഇപ്പോൾ മൊറാർജി ദേശായി ആയാലും പിന്നെ നമ്മുടെ ഇപ്പം പട്ടേലായാലും പട്ടേലിന് 25-26 വോട്ട് കിട്ടുമ്പോൾ നെഹ്റുവിന് ഏതാണ്ട് 4-5 വോട്ടുള്ള സമയത്ത് ആ സംഘടന അതിനകത്തെ ആര് പ്രധാനമന്ത്രിയാണെന്ന് തീരുമാനിച്ച സമയത്ത് ഇയാൾക്ക് നിർബന്ധം പിടിച്ചിട്ട് ഗാന്ധിജി ഇടപെട്ട് പട്ടേലിനോട് മാറിയിക്കാൻ, പട്ടേൽ പറഞ്ഞ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മേ അർഹതയില്ലാത്തത് എടുത്തു കൊടുത്ത് അർഹതയില്ലാത്തത് ചുമന്ന് ശീലിച്ച നെഹ്റു 17 കൊല്ലം കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം മകൻ പ്ലെയിൻ പറത്തിക്കൊണ്ടിരുന്ന മകനെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി ആക്കിയതിന് ശേഷമാണ് ഇന്ത്യയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. മരിച്ചപ്പോഴേ കിടക്കുകയാണ്. രാഷ്ട്രപതി വരാനാണ് താമസിച്ചത്. രാഷ്ട്രപതി കുറച്ച് ദൂരെയായിരുന്നു. അപ്പം ഞാനീ പറഞ്ഞത് അവർക്ക് തടസ്സം നിന്നവരെല്ലാം അത് മരണം ദുരൂഹമാണ്. മൊറാർജി ദേശായിയുടെ മരണം ദുരൂഹമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് നിങ്ങൾ പരിശോധിക്കുമ്പം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ്റെ മരണം ദുരൂഹമാണ്. YSR കോൺഗ്രസിൻ്റെ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛൻ്റെ മരണം ദുരൂഹമാണ്.
പറയും രാജീവ് ഗാന്ധിയുടെ മരണം ദുരൂഹമാണ്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത ജഗജില്ലയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മരണം ദുരൂഹം. പറഞ്ഞ മനസ്സിലായി. ശ്യാമിൻ്റെ കൂടെ ഇപ്പം ഞാൻ നടക്കുമെങ്കിൽ ശ്യാമി ചെയ്യുന്നതൊക്കെ ഞാൻ ശീലിക്കും. ഇന്ദിരാഗാന്ധിയുടെ കൂടെ നടന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്ത ചില കാര്യങ്ങൾ അവർ അതിനകത്ത് പാർട്ടിക്കാർ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇവരെ ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് 50 മീറ്റർ അകലെ ധവാൻ എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നതാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതൊന്നും പിന്നെ അവരുടെ കയ്യിലായിരുന്നല്ലോ പിന്നെ അധികാരം കോൺഗ്രസ് നേതാവ്. അപ്പോൾ അതൊന്നും പിന്നെ വന്നിട്ടില്ല. കാരണം ഈ 2 പേര് വെടിവെച്ചതിന് ശേഷം ഒരാളെ അന്നേരം തന്നെ പോലീസ് വെടിവെച്ച് തറയിലിട്ടു, കൊന്നുകളഞ്ഞു. കാര്യമൊന്നുമില്ല. അവർ 2 പേരും വെടിവെച്ചതിന് ശേഷം AK-47 തറയെ കളഞ്ഞു. മനസ്സിലായില്ലേ? അവരുടെ ഉദ്യോഗം കഴിഞ്ഞു. ആ തറയെ കളഞ്ഞ ആളിനെ വെടിവെച്ച് കൊള്ളുണ്ടായിരുന്നു. ഒരാളെ മാത്രമാണ് വിചാരണയ്ക്ക് കൊണ്ടുവന്നത്. വിചാരണ കഴിഞ്ഞിട്ട് ഇയാളെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേന്ന് ഇന്ത്യ ടുഡേ ആണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അയാൾ ഇൻ്റർവ്യൂ എടുത്തത് അതുപോലെ വിവാദമായതാണ്. ഇൻ്റർവ്യൂ എടുത്താൽ ഞങ്ങൾ അല്ല ഇന്ദിരാഗാന്ധിയെ കൊന്നത്, ഞങ്ങളെ കൊണ്ട് കൊല്ലിച്ചതാണ്, ഞങ്ങളുടെ അമ്മയാണ്, സഹോദരിയാണ്, ഞങ്ങളുടെ കുടുംബാംഗമാണ്, അതുപോലെ സ്നേഹിച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത്, ഞങ്ങളുടെ കുടുംബം ഇല്ലായ്മ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഇല്ലായ്മ ചെയ്യും എന്നതുകൊണ്ട് ഞങ്ങൾ കൊന്നതാണ്. ആളുടെ പേര് പറയുന്ന സമയപ്പോഴത്തേന് ഇയാളെ വെളുപ്പാങ്കാലത്ത് മനസ്സിലായില്ലേ വിളിച്ചുകൊണ്ടുപോയി കംപ്ലീറ്റ് ചെയ്യാൻ സമയത്ത് അങ്ങനത്തെ ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ രാജീവ് ഗാന്ധിയുടെ മരണം ശ്യാമൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകത്തില്ലേ? കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നാൽ ആ ഏരിയ കിടക്കുന്ന ബൂത്ത് പ്രസിഡന്റ് വരെ വലിഞ്ഞ സ്റ്റേജിൽ കയറും. അതും ഇപ്പോഴത്തെ ഇത്ര സെക്യൂരിറ്റി സംവിധാനമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സംവിധാനം തകർത്ത അവിടുത്തെ അന്ന് ശ്രീപെരുമ്പത്തൂർ വെച്ചാൽ പിന്നെ വാർത്തയാതില്ലേ പുള്ളിയുടെ സെക്യൂരിറ്റി സംവിധാനം തകർത്തു. മൂപ്പനാരുണ്ടായിരുന്നോ അവിടുത്തെ ആ ജില്ലയിലെ പ്രസിഡന്റ് ഉണ്ടായിരുന്നോ? ഉത്തരവാദിത്തപ്പെട്ട ലോക്സഭാ ഇലക്ഷൻ്റെ പ്രചരണമല്ലായിരുന്നു, 1ാം ഘട്ടം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നു? 1ാം ഘട്ടത്തിൽ പിന്നെ ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ 1ാം ഘട്ടം എണ്ണിയപ്പോൾ കോൺഗ്രസ് പുറയില്ല, BJP ഉണ്ടായിരുന്നു. 2ാം ഘട്ടത്തിൽ കൂടെ കോൺഗ്രസ് തിരിച്ചു വരുന്നത്. എന്നിട്ടും 200 ഉള്ളൂ, അല്ലെങ്കിൽ അന്ന് BJP അധികാരത്തിൽ വരും. ഞാനീ പറഞ്ഞത് കഴിഞ്ഞ 10 കൊല്ലം അധികാരമില്ലാത്ത കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. 19 കൊല്ലം അധികാരം ഉണ്ടായിരുന്ന കോൺഗ്രസ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ നരസിംഹറാവിൽ കയ്യിലോട്ട് പോയി, ഇവരുടെ കയ്യിൽ നിന്ന് അധികാരം അതുകൊണ്ടാണ് നരസിംഹറാവിൻ്റെ കവർ പോലും അല്ലെങ്കിൽ ശവശരീരം പോലും ഡൽഹിയിൽ ഇറക്കാൻ അവർ സമ്മതിച്ചില്ല, കൊണ്ടുപോകണം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചരമവാർഷികം ഇപ്പോഴും കോൺഗ്രസ് ജൻപതിൽ പോയി സോണിയെ കാണേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ അതെ അപ്പൊ പ്രധാനമന്ത്രിയാണ് അതെ. അപ്പൊ ആ ഒരു കാലഘട്ടം അതിനുശേഷം ഇവർ ശക്തി പ്രാപിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇവർ കുറെ ഉൾവലിഞ്ഞു. അവർക്ക് മനസ്സിലായി മരണം എങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവർ സജീവമാവുന്ന അവസ്ഥ വന്നാൽ അവർക്ക് അത്ര ഗ്രിപ്പില്ല. ആ സമയത്ത് എല്ലാം പോലും ബാക്കിയുള്ളവരുടെ കയ്യിലാണല്ലോ ഈ സംവിധാനങ്ങൾ മൊത്തം. അപ്പം ബലമാവുന്നത് വരെ പുറകോട്ട് മാറി നിന്നിട്ട് ഇവർ ബലമായിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത് അധികാര ശ്രേണികൾ. അല്ലെങ്കിൽ അവരെ ഇത് കാര്യമൊന്നുമില്ല. അന്വേഷിക്കുന്നവരെല്ലാം കയ്യിലാണെങ്കിൽ പിന്നെ എവിടെ അന്വേഷണം? പല കൊലപാതകങ്ങളും അങ്ങനെയാണല്ലോ ഈ അന്വേഷിക്കുന്നത്. നമ്മുടെ കയ്യിലായതല്ല പിന്നെ ആരാ അന്വേഷിക്കുന്നത്? അപ്പം ഇദ്ദേഹത്തെ അത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഏൽപ്പിച്ചു. ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നത് അമേരിക്ക പോലെയും റഷ്യ പോലെയും ചൈന പോലെയും പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൊണ്ടാണ്. നമ്മൾക്ക് ഒരു കാലത്തും ഗതി പിടിച്ചിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും വല്ലവൻ്റെ സാധനം വിൽക്കുന്ന ഒരു ചന്തയായിട്ടാണല്ലോ സ്വാതന്ത്ര്യാനന്തരം. കഴിഞ്ഞ 10 കൊല്ലം ഇതിനെല്ലാം വ്യത്യാസം വന്നു. ഇന്ത്യ മഹാരാജ്യം ലോകരാജ്യത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇന്ത്യ മഹാരാജ്യം ഇങ്ങോട്ട് ഇറക്കി കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇറക്കി കച്ചവടം ചെയ്യും. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തിലെ മൊബൈൽ തൊട്ട് എയറോപ്ലെയിൻ വരെ ഉണ്ടാക്കുന്ന സംവിധാനം ഇവിടുന്ന് മേക്കിംഗ് ഇന്ത്യ തൊട്ട് കയറ്റുമതി കൂടി. വ്യവസായ സംരംഭങ്ങൾ വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. എല്ലാത്തിനകത്തും ഉയർച്ചയാണ്. ലോകത്ത് എന്ത് കാര്യം ആലോചിക്കണമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാര്യം അല്ലെ അഭിപ്രായം കൂടെ കേട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥയിൽ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ലോകസമാധാനത്തിനകത്ത് 3 പേരുടെ ഭാഗത്ത് ഒന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി എന്നൊരു സജഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒന്ന് മാർപ്പാപ്പ, എന്നാൽ എന്താ അമേരിക്കൻ പ്രസിഡന്റ് വയ്ക്കാൻ. ആ രീതിയിലായ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി പണ്ട് റഷ്യ ഒരു കുറേ കാലം ഇന്ദിരാഗാന്ധി അന്നല്ലോ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഇവിടെ CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ റഷ്യയുടെ ഇടപെടലായിരുന്നു. കേരളം ഭരിച്ച ഓർമ്മയുണ്ടോ? അതെ. അപ്പം അതിനു മുമ്പ് മൻമോഹൻ സിംഗിനെ ആക്കിയാരാ? സോണിയാഗാന്ധിക്ക് പറ്റത്തില്ലേ? മൻമോഹൻ സിംഗിനെ അമേരിക്ക ആക്കിയത് അമേരിക്കയുടെ ആളായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എന്നും പറ്റുന്നുണ്ട്. ഇപ്പം നടക്കുന്നില്ല. ഇതിനു വേണ്ടി ഇവിടുത്തെ ഭരണം മാറ്റാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ, ട്രംപിനെ മാറ്റിയത് ഇസ്ലാമിസ്റ്റുകളാണ്, അല്ലെങ്കിൽ അതുപോലെ ഭരണം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അതിന് 10 കൊല്ലം കൊണ്ടും നെറേറ്റീവ്സും കൊണ്ട് ഇയാൾ വരികയും ഇയാളൊരു നല്ല മണ്ടനാവുകയും ചെയ്യുക. ആരാ? ഇയാൾക്കിത് കൊണ്ടുകയറാനുള്ള അവരെ ഏൽപ്പിക്കുന്ന പോലെ കൊണ്ടുകയറാനുള്ള പ്രാപ്തിയില്ല. ഒന്നെങ്കിൽ ബുദ്ധിശൂന്യത. അങ്ങനെ പറഞ്ഞ പോലെ മറ്റവർക്ക് ആവശ്യമുണ്ട്, ഇയാൾക്ക് എന്തോ വേറെ കാലമുണ്ട്, കാര്യങ്ങളെല്ലാം പൊളിച്ചു കളയും. പറഞ്ഞാൽ ഒളിച്ചു വെച്ച് കൊണ്ടുവരാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇയാളെ ഇങ്ങനെ വെച്ചിട്ട് ഇയാളിപ്പം പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പൊളിച്ചു.
എന്താണ് പറയേണ്ടതെന്ന് അവർ പറഞ്ഞു വിട്ട് ഇയാൾ ഇവിടെ വന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല, പൊളിഞ്ഞല്ലോ. വടക്കേ ഇന്ത്യ മൊത്തം ചെരുപ്പ് വെച്ച് കെട്ടി അടിക്കുക, റോഡിൽ മൊത്തം ഇയാളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് ചെരുപ്പ് വെച്ച് കെട്ടി ചെവികളിൽ അടിക്കുക. രാഹുൽ ഗാന്ധിയുടെ വടക്കേ ഇന്ത്യ മൊത്തമായി. ഇവിടെ പിന്നെ കുഴപ്പമില്ല, ഇവിടെ സന്തോഷമാണ്, പറഞ്ഞതിനകത്ത് സന്തോഷമാണ്, പത്രക്കാർക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ സന്തോഷം. അപ്പോൾ ഞാനീ പറഞ്ഞത് ഈ 10 കൊല്ലം സാധിക്കാത്ത കാര്യം ഈ 5 കൊല്ലം കൂടി ഇയാളെ വെച്ച് നോക്കും. ഇവരിവിടുന്ന് MP ആയിട്ട് വരും. ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കറക്റ്റ് രൂപമാണെന്നുണ്ടെങ്കിൽ റോബർട്ട് വധേര അവിടെ ഭർത്താവുമാണെന്നുണ്ടെങ്കിൽ അധികാരം എങ്ങനെയും സ്വന്തം ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശ്രമം അയാൾ നടത്തും. റോബർട്ട് വധേര നിങ്ങൾക്കറിയാമല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവരെ കെട്ടി ലോകം കീഴടക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം. ഇവരുടെ ട്രെയിനർ ആയിരുന്നു, നല്ല ഒന്നാന്തര ഫ്രോഡാണ്. ഫിസിക്കൽ ട്രെയിനർ ആണ്. ഇപ്പം ഇനി അവൻ ലോകം നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. അവൻ MP ആവണം, ഇന്ത്യ മഹാരാജ്യം ഭരിക്കണം. മനസ്സിലാവുന്നില്ല? നമ്മൾ ഇല്ല ഒരു സിനിമയ്ക്കകത്ത് ഞാനീ പറഞ്ഞതുപോലെ ഏതോ ഒരു സിനിമ ലൂസിഫറിനകത്ത് ഒരു മരുമോനുണ്ടല്ലോ, ആ മരുമോനാണ് ഇയാൾ. മനസ്സിലാവുന്നില്ല? അപ്പം ഇത് അടുത്ത 5 കൊല്ലം വരും. അടുത്ത 5 കൊല്ലത്തേക്ക് ഇദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം വരുന്നില്ല. 5 കൊല്ലം വരുമ്പോൾ ഇവർ MP ആണ്. ഇതിനകത്ത് ലോകസഭയിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അകത്തേക്കുന്ന നേതാക്കന്മാർക്ക് തോന്നുക രാഹുൽ ഗാന്ധിയെക്കാട്ടി ഇപ്പം തന്നെ തർക്കമാവുമല്ലോ, രാഹുൽ ഗാന്ധിയെക്കാട്ടി മിടുക്ക് പ്രിയങ്ക ഗാന്ധിയാണെന്ന് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയല്ലോ. ഇനി വന്നു കഴിയുമ്പോൾ പെർഫോമൻസോടെ വ്യത്യാസം വന്നാൽ ഇത് പറഞ്ഞു തുടങ്ങും. അപ്പം അധികാര തർക്കം വരും. ഇവർ തമ്മിൽ ഇവരുടെ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ ഇവർ തമ്മിൽ ഉണ്ടാവും, അധികാര തർക്കം ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധി ഇവിടെ മനസ്സിൽ വരും എനിക്ക് പ്രധാനമന്ത്രിയാവണം, ഇയാളെ വയ്ക്കുമ്പോൾ എങ്ങനെ പ്രധാനമന്ത്രിയാവും. നേതാക്കന്മാർക്ക് തോന്നലുണ്ട് ഇയാളെ കൊള്ളത്തില്ല, പാർട്ടിക്കാർക്ക് തോന്നലുണ്ട് ഇയാളെ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് തോന്നലുണ്ട് ഇയാളെ കൊള്ളത്തില്ല. നെഹ്റു ഫാമിലി ആയതുകൊണ്ട് വേറെ ആരെയും ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പോകും. അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് ഈ നരേന്ദ്രമോദിയാ പോകുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റത്തില്ല. രാജീവ് ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഭരണം പോയപ്പോൾ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിന് വരുന്നതിന് ഒറ്റ ഓപ്ഷനുള്ളതിന് രാജീവ് ഗാന്ധി മരിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നു. അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇദ്ദേഹം നിൽക്കുകയാണ്. മരണം വരുമ്പോൾ വേറെ അവസ്ഥയാണല്ലോ വരുന്നത്. അങ്ങനെ സംഭവിച്ചുകൂടായില്ല, അത് പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ. ഞാനീ പറയുന്നത് ഈ ഒരു നമ്മളവർ നിങ്ങളീ പറഞ്ഞത് വെച്ചിട്ടും കാൽക്കുലേഷൻ വെച്ചിട്ടും അവരുടെ ഒരു രീതി വെച്ചിട്ടും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം വിദേശ ശക്തികളുടെ കരങ്ങളിൽ വീണ്ടും വരണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണം തിരിച്ചു കിട്ടിയാലേ മതിയാവത്തുള്ളൂ. BJP ഭരിച്ചുകൊണ്ട് പോയാൽ ഇവിടുത്തെ ഭരണം വിദേശ രാജ്യങ്ങൾക്ക് പഴയതുപോലെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരെ പെട്ടെന്ന് കുതിച്ചു കയറും. ഇപ്പോൾ 5ാമത്തെ സ്ഥാനം, 3ാമത്തെ സ്ഥാനം, 2ാം സ്ഥാനമൊക്കെ വരും. ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല അമേരിക്ക, ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല ജർമ്മനി, ഇതൊരിക്കലും ചൈനയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല, പാകിസ്ഥാന് സഹിക്കാൻ പറ്റത്തില്ല. അവർ നിയന്ത്രിക്കുന്ന, അവർ ഫണ്ട് ചെയ്യുന്ന പാർട്ടിയും സംവിധാനങ്ങളും നമ്മുടെ ജോർജ് സോറോസ് പോലെയുള്ള ആൾക്കാരും പിന്നെന്ത് ബ്ലൂറാട്ടി ഏടെ വരുന്ന അതുപോലെയുള്ള ഇതും ഈ മാധ്യമങ്ങളും ഒക്കെ കൂടി ഈ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന കാര്യം നടക്കും. അപ്പം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, അത് വീക്ഷണമുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഈ ഇന്ദിരാഗാന്ധിയുടെ പോലെയും ഒക്കെ പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നിൽക്കുന്ന ആരും ഒരു ഘട്ടം കഴിഞ്ഞ് ജീവിച്ചിരുന്നില്ല. കോൺഗ്രസിനകത്ത് അവരുടെ ആധിപത്യത്തിന് അപ്പുറം വരുന്ന നേതാക്കന്മാരെല്ലാം ഏതെങ്കിലും ഒരു വിമാനം തകർന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മരിച്ചു തിരിച്ചു വന്ന പാരമ്പര്യമാണുള്ളത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന്. അപ്പം ആ പാരമ്പര്യം ചിലന്തിയുടെ കൂട്ട് കുഞ്ഞുങ്ങൾ തള്ളെ തിന്ന് ജീവിക്കുന്നത് പോലെ അതിനകത്തും അധികാരത്തിനകത്ത് പ്രശ്നം വരുന്ന ആളുണ്ടെങ്കിൽ അവരെ പോലും കൊന്ന പാരമ്പര്യമുള്ള ഒരു നെഹ്റു കുടുംബമാണ്. അതിനകത്താണ് ഇനിയൊരു തർക്കത്തിലേക്ക് വരാൻ പോകുന്നത്. ആര് വലുത് ആര് ചെല്ലുക, ആർക്ക് അപകടം വരുമെന്ന് ആർക്കറിയാം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.